നമുക്ക് സംസാരിച്ചുകൊണ്ടൊരു മാഗി ഉണ്ടാക്കിയാലോ? ഞങ്ങളുടെ രാവിലത്തെ കലാപരിപാടികളാട്ടോ ഇത്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തക്കുടു വന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം മാഗി ഉണ്ടാക്കി കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് കുറേ ദിവസമായിട്ട് എൻ്റെ പുറകെ നടക്കും കേട്ടോ. എനിക്കിതിനോട് വലിയ താല്പര്യമില്ലാത്തത് കാരണം പുള്ളിക്ക് ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ ഒരുപാട് തവണ ഇങ്ങനെ കൊതി പറഞ്ഞു കഴിഞ്ഞപ്പം എന്നാൽ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു പാക്കറ്റ് മേടിച്ചു. അപ്പം ഫാമിലി പാക്കാന്ന് പുള്ളിക്കാരി കണ്ടു. അപ്പോൾ ഇനി തീരുന്നോടം വരെ അതിനെന്നായാലും ഒരു ഇത് കാണത്തില്ല, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാലും ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാഗി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 100 ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിക്ക് ഈ ഇടയ്ക്കായിട്ട് എന്തോ റീൽസിലോ എവിടെയോ ഷോർട്സിലോ എന്തോ കണ്ടതാണ് പിള്ളേർ ജ്യൂസ് കുടിക്കുന്നതും മറ്റേ ബബിൾഗം കഴിക്കുന്നതും ഒക്കെ കണ്ടിട്ട് അവൾക്ക് അതുപോലെ വേണം എന്ന് പറഞ്ഞു. ഒരു തവണ ഇതുപോലെ ചേട്ടായി കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുറകെ നടക്കും കേട്ടോ, ബബിൾഗം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് പേടിയാണ്, പുള്ളിയാണേലും അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ജ്യൂസ് ഇടയ്ക്ക് മേടിക്കുമ്പോഴത്തേക്കും ജ്യൂസ് കുടിക്കാറുണ്ട്, മായൊക്കെ മേടിച്ച് ഇടയ്ക്ക് കുടിക്കും. അപ്പം അതിനും അങ്ങനെ ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ കാണാണ്ടൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലും മേടിച്ച് കൊടുത്താലേ ഉള്ളൂ. എന്നാലും ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുള്ളിക്ക് വല്ലപ്പോഴും കിട്ടുന്ന കാര്യം ഇതുപോലെ മാഗിയൊക്കെ ചിലപ്പോഴൊക്കെ കേട്ടോ. ഇങ്ങനത്തെ ഫുഡൊക്കെ എന്ന് വെച്ചാൽ ഇത്രയും ചെറുതല്ലേ, അപ്പോൾ എപ്പോഴും കൊടുത്തു കഴിഞ്ഞ് പിള്ളേർക്ക് അതുകൂട്ട് കാര്യങ്ങളാണ് ഇഷ്ടം എന്നുണ്ടെങ്കിലും എപ്പോഴും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വയറിനത് നല്ലതല്ലല്ലോ. അത് കാരണം ഞാനങ്ങനെ കൊടുക്കാറില്ല. പിന്നെ പുറത്തുനിന്നൊക്കെ ഫുഡ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഒപ്പം തന്നെ കഴിക്കുമ്പോഴത്തേക്കും മോക്കും മേടിച്ച് കൊടുക്കാറുണ്ട്. ഇതുവരെ അങ്ങനെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇതുപോലെ ജ്യൂസും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അപ്പം ഞാൻ പറഞ്ഞു ബബിൾഗം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിലിങ്ങനെ ഉവാവു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഗൂഗിളിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ച് കുഞ്ഞു പിള്ളേർക്ക് നാക്കിൽ ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന സൈസ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തേ. അപ്പം കഴിഞ്ഞ ഇടയ്ക്ക് എനിക്കിതുപോലെ വായിൽ ഇൻഫെക്ഷൻ വന്നു, പനി വന്നിട്ട് ഞാൻ മരുന്ന് കഴിച്ചത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ എന്തോ റിയാക്ഷൻ വന്നത്. എനിക്കതും ആൻറ്റിബയോട്ടിക് എനിക്ക് കുഴപ്പമില്ലാത്തൊരു മരുന്നായിരുന്നു, പക്ഷേ എന്തോ ആ മരുന്ന് എനിക്ക് പിടിച്ചില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ എന്തോ ഇത് വന്നത്. അപ്പം ഫുള്ള് ഇതുപോലെ ഇൻഫെക്ഷൻ വന്നു. അപ്പം ഞാൻ ബബിൾഗം കഴിച്ചിട്ടാണ് വന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ അവൾ ഉപദേശിക്കുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ജ്യൂസ് കുടിക്കരുത്, ഇതുപോലെ എപ്പോഴും മാഗി ചോദിക്കരുത്, അങ്ങനെയൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വയ്യാണ്ടാകും എന്ന് പറഞ്ഞു. അപ്പം നീ അതുപോലെ ചെയ്തിട്ടല്ലേ അമ്മയ്ക്ക് അങ്ങനെ വന്നേന്നൊക്കെ അന്നേരം എന്നോട് ചോദിച്ച് പുള്ളി ഉപദേശിക്കുക. എന്നൊക്കെ ഉപദേശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അതാ ഇങ്ങനെ അടുത്ത് വന്ന് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് മറ്റേ അതിൻ്റെ ചൂട് പോകാൻ പുള്ളിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ക്ഷമയില്ലായ്മ ഈ കാണിക്കുന്നേ. അതിരുന്ന് ഊതി അതെങ്ങനെയും പുള്ളിക്ക് കഴിക്കണം. പിന്നെ ഞാൻ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചൂടാറ്റി ഫാനൊക്കെ ഇട്ട് അല്ലാണ്ടൊക്കെ ചൂടൊക്കെ കുറച്ച് കൊടുത്തു. അപ്പോൾ ഇത് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം അവൾക്ക് അംഗൻവാടി പോകാൻ വേണ്ടി. അവളെ അംഗൻവാടി വിട്ടിട്ട് വേണം എനിക്ക് ചേട്ടായുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകണം. അച്ചാച്ചിക്ക് ഇന്നലെ തൊട്ട് ഭയങ്കര പനിയായിരുന്നു. പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജലദോഷം വന്നു കഴിഞ്ഞാൽ അങ്ങനെ മാറില്ലല്ലോ. അപ്പോൾ ജലദോഷം വന്ന് എന്നെ എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല. എനിക്ക് 2 ദിവസം കൊണ്ട് ജലദോഷം ഉണ്ടായിരുന്നു, പക്ഷെ അത് തന്നെത്താനെ മാറി. പക്ഷെ പുള്ളിക്ക് വന്നിട്ട് കുറയുന്നില്ല. അപ്പം അന്നൊരു ദിവസം ലീവ് എടുത്തു. തക്കുടൂനെ വിട്ടിട്ട് ആ വഴിക്കെന്നാൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിൽക്കുക. അപ്പോൾ അംഗൻവാടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരും വന്നിട്ടും ഇല്ല. അച്ചാച്ച വീട്ടിലും ആയതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര മടിയായിട്ട് തിരിഞ്ഞ് നിൽക്കുന്നതാട്ടോ ഈ കാണുന്നേ. പിന്നെ തക്കുടൂനെ വിട്ടിട്ട് വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് ആയതുകൊണ്ട് നമുക്ക് വലിയ ഒരുക്കത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് കിട്ടിയ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം വേറെ ഞങ്ങൾ 2 പേരും ഉള്ളത് കാരണം ഇവിടെ മഴ എപ്പോഴും ഉണ്ട്, പക്ഷെ കോട്ടൊന്നും എടുത്തില്ല. ഞങ്ങൾ 2 പേരുമല്ലേ ഉള്ളൂ. മഴ പെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ രാവിലെ തന്നെ പോയിട്ട് വരുമല്ലോ. ഒരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പെട്ടെന്ന് തന്നെ പോയിട്ട് വരുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി. എന്നിട്ട് പോയ വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ റോഡ് പണി നടക്കുന്നത് കൊണ്ട് അത്രയ്ക്ക് വലിയ രസമൊന്നുമില്ല കാണാൻ. എന്നാലും കുറേ മലയും കുന്നും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. അപ്പം ഞങ്ങൾ അങ്ങനെ പോയി ഒരു 15 മിനിറ്റത്തെ ദൂരമൊക്കെ ഇങ്ങോട്ടേക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിലാട്ടോ പോയേ.
അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പനിയുടെ ഇവിടെ ഫീവർ ക്ലിനിക്കിൽ കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചെന്നു. അപ്പോൾ ഇവരിട്ട് തന്ന റൂം നമ്പർ വേറെ ആയിരുന്നു. അപ്പോൾ പിന്നെ അത് തിരിച്ചു വന്നത് മാറ്റിയിട്ട് വീണ്ടും പോയി. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ വൈകുന്നേരം വരുമ്പോൾ കാണാമെന്നും പറഞ്ഞുകൊണ്ട് പോയില്ല. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോകാനുള്ള തിരക്കായത് കാരണം പ്രത്യേകിച്ച് മിറ്റമൊന്നും അടിക്കാണ്ടാണ് ഞാൻ പോയത്. പിന്നെ വന്നിട്ട് മിറ്റമൊക്കെ അടിച്ചു വാരി അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് പണികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടായിയും വീട്ടിലുണ്ടായിരുന്നല്ലോ, ഫുഡൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചായക്കുള്ളത് ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോന്നു. എന്നിട്ട് ചായയൊക്കെ ഇട്ടിട്ട് കഴിച്ചു. അപ്പം ഞങ്ങൾ രാവിലെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് സിനിമ കാണാൻ കയറാമെന്ന്. അപ്പോൾ മോള് കൂടെ ഇല്ലാത്തത് കാരണം ഞങ്ങൾ പറഞ്ഞു എന്നാൽ വൈകുന്നേരം സിനിമയ്ക്ക് കയറാമെന്നും പറഞ്ഞുകൊണ്ട് ദൃശ്യം 3 ഇറങ്ങിയിട്ട് കണ്ടില്ല. സാധാരണ ഇറങ്ങി 1-2 ദിവസത്തിനുള്ളിൽ കാണുന്നതാണ്. അപ്പോൾ സിനിമ കാണാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം 6 മണിക്കത്തെ ഷോയ്ക്ക് ബുക്ക് ചെയ്തു. പോകാൻ നേരത്ത് ഭയങ്കര മഴ. കുറേ നേരം നേരത്തെ ഇറങ്ങിയത് കാരണം കുറച്ച് നേരം വഴിയിലൊക്കെ നിന്നിട്ടാട്ടോ പോയേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമയൊക്കെ സ്റ്റാർട്ടായി. അത്യാവശ്യം നല്ല പടമായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. റിവ്യൂ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർത്തു വലിയ രസമില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല പടമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ആദ്യത്തെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും വെച്ചാൽ അത്രയ്ക്കില്ലെങ്കിൽ പോലും എനിക്ക് ആ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അത്യാവശ്യം ഇറങ്ങുന്ന സിനിമകളൊക്കെ അങ്ങനെ കാണാറുള്ളതാട്ടോ. അത് കഴിഞ്ഞ് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോരും കേട്ടോ. എന്നിട്ട് പോകുന്ന വഴിക്ക് ഓർത്ത പെട്രോൾ അടിച്ചില്ലല്ലോ എന്ന്. പിന്നെ ഒരു പമ്പിൽ പോയി നോക്കിക്കഴിഞ്ഞപ്പം അവിടെ അടച്ചേക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പമ്പുകൾ കറങ്ങി കേട്ടോ. 3 ചെന്ന് കഴിഞ്ഞപ്പോഴും അടച്ചേക്കുമായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ചു രാവിലെ പെട്രോൾ അടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോന്നു. എന്തോ ഭാഗ്യം കൊണ്ട് മഴയൊന്നും പെയ്തില്ല.